നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരാനിരിക്കുകയാണ് നാളെ. അതെ. അപ്പോൾ വിജയുടെ പാർട്ടി ടി.വി.കെ അതിന്റെ എം.എൽ.എമാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വിജയ് ഒരു റിസോർട്ട് തന്നെ എടുത്ത് മാറ്റിയിരിക്കുകയാണ് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം വലിയ മുന്നേറ്റം നടത്താനായിട്ട് ടി.വി.കെക്ക് തമിഴ്നാട്ടിൽ കഴിഞ്ഞിട്ടുണ്ടോ? വോട്ടെടുപ്പ് ദിവസത്തെ ടേൺ ഔട്ട് എന്ന് പറയുന്നത് അതുവരെയുള്ള എല്ലാ കാഴ്ചപ്പാടുകളെയും എല്ലാ കണക്കൂട്ടലിലും തെറ്റിച്ചിട്ടുണ്ട്. അതിനു മുമ്പുണ്ടായ എക്സിറ്റ് പോളുകളുടെ നിഗമനങ്ങളെയും തെറ്റിച്ചിട്ടുണ്ട്. അതായത് അതിന് മുമ്പുള്ള എക്സിറ്റ് പോളുകൾ നോക്കുകയാണെങ്കിൽ ഒരു 20% താഴെയാണ് ടി.വി.കെക്ക് ഉണ്ടായിരുന്ന ഒരു ജനപിന്തുണയായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. അത് പിന്നെയും താഴ്ന്നു വന്നു, 16%, 11% ഇങ്ങനെ താണു വന്നു. അപ്പോൾ അന്നേരമൊക്കെ വിജയിൻ്റെ ഒരു ആനുകൂല്യം കുറഞ്ഞു വരുമ്പോൾ അവിടെ ADMKക്ക് കൂടുതൽ ഗുണം കിട്ടുന്നു എന്ന രീതിക്കായിരുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ സ്റ്റാലിൻ വിരുദ്ധ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്ത് ADMKയിലേക്കും ടി.വി.കെയിലേക്കും പോകുന്നു. ADMKയും കൂടെ കുറേ വോട്ടുകൾ ടി.വി.കെ കൊണ്ടുപോകുന്നു. അപ്പോൾ വിജയനോടുള്ള ജനങ്ങളുടെ താല്പര്യം കുറഞ്ഞാൽ ADMK കൂടുന്നു. അതിനർത്ഥം എന്ന് വെച്ചാൽ ADMK സ്വന്തം വോട്ട് റീറ്റെയിൻ ചെയ്യുന്നു. അതുപോലെ തന്നെ സ്റ്റാലിൻ വിരുദ്ധ വോട്ടുകളും ADMKക്ക് പിടിക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു. നമ്മൾ മുമ്പ് പോഡ്കാസ്റ്റിൽ ഈ ചോദ്യം വന്നപ്പോഴും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ വിലയിരുത്തിയത്. എങ്കിലും ഇലക്ഷൻ്റെ അന്ന് തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ എൻ്റെ പല സുഹൃത്തുക്കളോട് സംസാരിച്ചു. അപ്പോൾ അവർ സുഹൃത്തുക്കളാരും മാധ്യമപ്രവർത്തകരല്ല, സാധാരണക്കാരാണ്. എങ്കിൽ പോലും സമൂഹത്തിൻ്റെ പല തുറയിലുള്ളവരുണ്ട്, ജനങ്ങളുമായിട്ട് ബന്ധമുള്ളവരുണ്ട്. അവർ തന്നെ വളരെ വ്യക്തിപരമായിട്ട് കുറേ ഇൻഫർമേഷൻ എടുത്തു തന്നു. അന്നേരം കാണുന്ന കാഴ്ച നിരവധി പേര് എല്ലാ ഏജ് ഗ്രൂപ്പിൽ നിന്നും എല്ലാ വിഭാഗങ്ങളിൽ നിന്നും വിജയന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ടോട്ടൽ സപ്പോർട്ടീവായിട്ടുള്ള ടേൺ ഔട്ട് വിജയന് വേണ്ടി ഉണ്ടായി. ഇത് അത്ഭുതമാണോ എന്ന് ചോദിച്ചാൽ അത്ഭുതമല്ല. എന്തുകൊണ്ടങ്ങനെ? സാധാരണഗതിയിൽ ദ്രാവിഡ രാഷ്ട്രീയം നേർപകുതി രണ്ടാക്കി ഒരു സ്റ്റേറ്റിനെ വെച്ചിട്ട് രണ്ട് ദ്രാവിഡ കക്ഷികൾ, അവർക്ക് 35% മുകളിൽ വോട്ട് രണ്ട് കൂട്ടർക്കുണ്ട്, അവരുടെ കയ്യിലാണ് എപ്പോഴും ഭരണം എന്നുള്ളതായിരുന്നു കഴിഞ്ഞ പതിറ്റാണ്ടുകളായിട്ട് അവിടെ അങ്ങനെയായിരുന്നു. ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടാവും. പുതിയ ലീഡർ വേണമെന്നോ, പുതിയൊരു സംവിധാനം വേണമെന്നോ, പുതിയ രാഷ്ട്രീയ പാർട്ടി വേണമെന്നോ, അങ്ങനെയുള്ള താല്പര്യങ്ങൾക്ക് ജനങ്ങൾക്കൊരു പക്ഷേ ഉണ്ടാവും. അതും ഒരു കാരണമാവാം. വിജയ് മുന്നിൽ വച്ച ആവശ്യങ്ങൾ, ആദർശങ്ങൾ, വാഗ്ദാനങ്ങൾ എന്നുള്ളത് ജനങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ടാവും. സ്വാഭാവികമായിട്ടും തമിഴ്നാട്ടിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വിജയൻ്റെ ഒപ്പം നിൽക്കുമെന്ന് പൊതുവെ എല്ലാവരും പ്രതീക്ഷിക്കപ്പെടാറുണ്ട്. കാരണം വിജയൻ്റെ ഫാമിലിക്കുള്ള ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള കാരണം കൊണ്ട്. കാരണം ഇത്തരം ജാതി മത ഫാക്ടറികളൊക്കെ ഇന്ത്യയുടെ പല സ്റ്റേറ്റിലും പലതിനെ സ്വാധീനിക്കാറുണ്ട്. എങ്കിൽ പോലും ഒരു ക്രിസ്ത്യൻ ഗ്രൂപ്പിനകത്തുനിന്ന് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് എല്ലാ ജാതി മത ഗ്രൂപ്പുകളിൽ നിന്നും ഒരു സപ്പോർട്ട് വിജയന് കിട്ടിയതായിട്ട് കാണുന്നു. ഇതാണ് ഇലക്ഷൻ ദിവസത്തെ ടേൺ ഔട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതിൽ ഇന്നവരുന്നില്ല, സ്ത്രീകളെന്നില്ല, ഇത് ചെറുപ്പക്കാരെന്നില്ല, പ്രായമുള്ളവരെന്നില്ല, എല്ലാവരിൽ നിന്നും വന്നിട്ടുണ്ട്. അയാൾക്ക് വോട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പെട്ടവർ. പല ആൾക്കാരോടും വിജയന് വോട്ട് ചെയ്തോ എന്ന് ചോദിച്ചാൽ ചെയ്തു എന്ന് പറയണവരുണ്ടെന്നുള്ളത് കൂടാതെ എന്നോട് കുറച്ച് പേര് പറഞ്ഞത് വിജയന് വോട്ട് ചെയ്തില്ല എന്ന് പറയാനും കുറേ പേര് മടിക്കുന്നു. അതായത് അവർ ആർക്ക് ചെയ്തെന്ന് പറയുന്നില്ല, പക്ഷേ വിജയന് ആ വോട്ട് അവിടെ കിട്ടിയിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പാക്കാം. ഇതിൻ്റെ അർത്ഥം ഒരുപക്ഷെ ഒരു താരോദയം ഉണ്ടാകുന്നു എന്നാവാം. അതിന് വളരെ സാധ്യതയുണ്ട് തമിഴ്നാട്ടിൽ. ഇനി താരോദയത്തിൻ്റെ കാര്യത്തിൽ തമിഴ്നാട് മോശമല്ലല്ലോ. ഒരു താരോദയമാണല്ലോ സത്യത്തിൽ ADMK, MGR എന്നൊരാൾ ഉണ്ടാക്കിയ പാർട്ടിയാണെന്ന് ഓർക്കണം. അതേ MGRൻ്റെ പാർട്ടിയിൽ നിന്ന് കൂടുതൽ വോട്ടുകൾ വിജയന് കിട്ടിയത് ഞാൻ അത്ഭുതപ്പെടില്ല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു വലിയ താരം ഉണ്ടാക്കിയ ഒരു പാർട്ടി പുതിയൊരു താരം വരുമ്പോൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചെങ്കിൽ അത്ഭുതപ്പെടില്ല. കാരണം താരങ്ങളായിരുന്നു ആ പാർട്ടിയെ നയിച്ചുകൊണ്ടിരുന്നത് ദീർഘകാലം. ഒന്ന് MGR ആയിരുന്നു, മറ്റൊന്ന് ജയലളിതയായിരുന്നു. ഈ രണ്ട് വലിയ ടവറുകൾ മഹാഗോപുരങ്ങളെപ്പോലെ നിന്ന് നയിച്ചുകൊണ്ടിരുന്നതാണ്. ഇവർ രണ്ടുപേർക്കും ജനപിന്തുണ ഒരു കുറവുമില്ലായിരുന്നു. നല്ല ഭരണകർത്താക്കളായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അത്തരമൊരു നേതൃത്വം ആണ് വേണ്ടതെന്ന് ഒരു കൂട്ടം അതേ പാർട്ടിയിലെ ആൾക്കാർക്ക് തോന്നുകയാണെങ്കിൽ പോലും ഒരു ഷിഫ്റ്റ് ഉണ്ടാവാം. ആ പാർട്ടിക്ക് വെളിയിലുള്ളവർക്ക് അങ്ങനെ തോന്നലുണ്ടാവാം. വിജയ് ഈസ് പ്രോമിസിങ് സംതിങ്. ഇങ്ങനെയൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ നിഗമനം ഇങ്ങനെ തന്നെ തെറ്റിപ്പോകുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു വാർത്ത അവിടെ നിന്ന് കിട്ടിയതിന് പുറകെ ഇതിൻ്റെ കൺഫർമേഷൻ വേണ്ടി ഞാൻ കാത്തിരുന്നത് ഒരു പരിധിവരെ ചാണക്യയുടെ എക്സിറ്റ് പോൾ പ്രവചനങ്ങളായിരുന്നു. ചാണക്യയുടെ പ്രവചനം ഈ പറഞ്ഞ കാര്യത്തെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. മറ്റുള്ള ആൾക്കാരുടെ അങ്ങനെയല്ല. പക്ഷേ ചാണക്യയുടെ എന്ന് പറയുന്നത് ശരിക്കും ഈ പറഞ്ഞ കാര്യത്തെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. വിജയിൻ്റെ പാർട്ടി അവിടെ രണ്ടാം സ്ഥാനത്ത് വന്നാൽ പോലും അത്ഭുതപ്പെടാനില്ല. അത്രയ്ക്ക് ഒന്നാം സ്ഥാനം കിട്ടില്ലായിരിക്കും, പക്ഷേ രണ്ടാം സ്ഥാനത്ത്. പക്ഷേ വിജയിന് വലിയ സപ്പോർട്ടുണ്ടെന്നും തമിഴ്നാട്ടിൽ ചില ആൾക്കാരോട് പറഞ്ഞ് വേണമെങ്കിൽ ഭരിക്കും എന്നും പറഞ്ഞവരുണ്ട്. അതില്ലെന്ന് ഞാൻ പറയില്ല. നമുക്ക് ഇന്നിപ്പം വിജയൻ്റെ ഒരു വരവോട് കൂടിയിട്ട് തമിഴ്നാട് രാഷ്ട്രീയം കൺഫ്യൂഷനിലാണ്.
മുമ്പും തമിഴ്നാട് രാഷ്ട്രീയത്തെപ്പറ്റി നമ്മൾ ഈ ഇലക്ഷൻ തുടങ്ങിയതിന് ശേഷം നടത്തിയ ആദ്യത്തെ പോഡ്കാസ്റ്റിൽ അന്ന് നമ്മൾ സംസാരിച്ചിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ ഭാവി ക്ലിയർ അല്ല. അതായത് എങ്ങനെയാണ് ആരാണ് ജയിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. രണ്ടാമത്തെ പോഡ്കാസ്റ്റ് ആയപ്പം ADMKക്ക് വിജയസാധ്യത ഉണ്ട് എന്ന് ഒരു കാര്യം പറഞ്ഞു. പക്ഷേ ഇന്നിപ്പം ഇതേ വിഷയത്തിൽ ഒരുപക്ഷെ നമ്മളിരിക്കുന്ന പോഡ്കാസ്റ്റ് ഇത് മൂന്നാമത്തെ ആയിരിക്കും. ഇത് വരുമ്പോഴും ആദ്യത്തെ പോഡ്കാസ്റ്റിൽ പറഞ്ഞ അതേ ഇതിലേക്ക് വന്നു നിൽക്കുകയാണ്. കൃത്യമായിട്ട് ആര് ഭരിക്കും അതിപ്പോൾ പറയാൻ പറ്റില്ല. ADMK വളരെ തകരുമോ എന്നൊരു ചോദ്യമുണ്ട്. അത് DMKക്കാണോ തകർച്ച ഉണ്ടാവുക എന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ ക്രിസ്ത്യൻ പോപ്പുലേഷൻ ആണ് വിജയൻ്റെ കൂടെ ശക്തിയായിട്ട് ഉറച്ചു നിൽക്കാൻ പോകുന്നതെങ്കിൽ അത് ദോഷകരമായിട്ട് ബാധിക്കുന്നത് DMK ആവും, സ്റ്റാലിൻ്റെ പാർട്ടിയാവും എന്നൊരു വിലയിരുത്തലുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ സ്റ്റാലിൻ ഭരണത്തിൽ ഇടിവ് വരാം. പിന്നെ കോൺഗ്രസ് വോട്ടുകൾ അവർ കോൺഗ്രസ്സുകാരും TVKയും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സന്ദർഭമായിരുന്നു കുറച്ച് വെൽക്കമബിളായിട്ട് ഉണ്ടായിരുന്നത് മുമ്പ്. എന്നാൽ കോൺഗ്രസ് ആണെങ്കിലോ വിജയ് ജയിക്കില്ല എന്ന് ഓർത്തിട്ട് അവർ വിജയൻ്റെ പാർട്ടിയുടെ ഒപ്പം നിൽക്കാമെന്ന് ഉപേക്ഷിച്ച് കളഞ്ഞു. അവർക്ക് കൂടുതൽ താല്പര്യം സ്റ്റാലിൻ്റെ ഒപ്പമായിരുന്നു. ADMKയുടെ ഒപ്പം പോകാർക്ക് താല്പര്യമില്ലായിരുന്നു. കോൺഗ്രസിൻ്റെ ഈ കരുനീക്കം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു തീരുമാനം അത് ശരിയാവുമോ തെറ്റാവുമോ ഇത്തിരി ചോദ്യം മുന്നിലുണ്ട്. TVK വളരെ മുന്നിൽ വരികയാണെങ്കിൽ കോൺഗ്രസ് തെറ്റിപ്പോയി എന്ന് പറയേണ്ടി വരും. TVK എന്തായാലും ADMKയുടെ കൂടെ കൂടിയില്ല. DMKയുടെ കൂടെ കൂട്ടാൻ ഒട്ടുമേ താല്പര്യം ഉണ്ടായിരുന്നില്ല. സ്വന്തം നിലയ്ക്ക് ഭരണം പിടിക്കാം എന്ന് തന്നെയായിരുന്നു വിജയനുണ്ടായിരുന്നത്. വിജയൻ്റെ ആത്മവിശ്വാസം എവിടെയൊക്കെയോ ശരിയാണ്. സ്വന്തം നിലയ്ക്ക് ഭരണം പിടിച്ചില്ലെങ്കിൽ പോലും വലിയൊരു മുന്നേറ്റവും വലിയൊരു വിജയവും തമിഴ്നാട്ടിൽ അദ്ദേഹത്തിന് ഉണ്ടാകാൻ പോകുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ കണക്ക് കൂട്ടാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്നത് പോലെ വിജയുടെ ഒരു അനുമാനം ശരിയാണെന്നാണല്ലോ സാറ് പറഞ്ഞത്. അപ്പോൾ തനിച്ച് ഈ ഒരു സാധ്യതയിലേക്ക് ഭരണത്തിലേക്കോ പോവും അത് തീർത്ത് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നു, ആദ്യത്തെ പോഡ്കാസ്റ്റിൽ പറഞ്ഞ കൺഫ്യൂഷൻ എന്നൊരു സംഭവത്തിലേക്ക് വീണ്ടും വന്നു നിൽക്കുകയാണ്. അതായത് വിജയ് പിടിക്കുന്ന വോട്ടുകളാണ് എല്ലാത്തിൻ്റെയും അടിത്തറ. എന്ന് വെച്ചാൽ വിജയന് 35% മുകളിൽ വോട്ട് പിടിക്കാൻ പറ്റിയത്, 40% വോട്ടുകൾ പിടിക്കാൻ പറ്റിയത് വിജയ് തന്നെ ആയിരിക്കും ഭരിക്കുക, സംശയമൊന്നുമില്ല. പക്ഷേ അത്രയും പിടിക്കുമെന്ന് നമുക്ക് സംശയമുണ്ട്. അതേസമയം ആരുടെ വോട്ട് ബാങ്കിനെയാണ് ഇളക്കാൻ പോകുന്നത്? വിജയ് പിടിക്കാൻ പോകുന്ന വോട്ട് ഒരു 20% റേഞ്ചിൽ വരികയും എന്നിട്ട് DMKയുടെ വോട്ട് ബാങ്കിനെയാണ് ഇളക്കുകയും ചെയ്യുന്നതെങ്കിൽ ADMK അധികാരത്തിൽ വരും. അതല്ല, ADMKയുടെ വോട്ട് ബാങ്ക് താരത്തിനൊപ്പം നിന്ന് ഒരു താരത്തിൻ്റെ പാർട്ടിയെ വളർത്തിക്കൊണ്ടുവന്ന് 2 താരങ്ങളാൽ നയിക്കപ്പെട്ട ഒരു പാർട്ടിയുടെ അംഗങ്ങൾ പുതിയൊരു താരത്തിൻ്റെ അടുത്തേക്കാണ് പോകുന്നതെങ്കിൽ എങ്കിലത് ADMKക്ക് ദോഷമാവുകയും ചെയ്യും, ചിലപ്പോൾ DMKക്ക് ഗുണമാവുകയും ചെയ്യും, സ്റ്റാലിന് വേണം തുടർ ഭരണം കിട്ടുകയും ചെയ്യാം. ഇതെല്ലാം സംഭവിക്കാം. അതുകൊണ്ട് നമുക്കിപ്പോൾ കൃത്യമായിട്ട് ഇത് പറയാൻ പറ്റില്ല. സ്റ്റിൽ ഐ സേ കൺഫ്യൂഷൻ. ഈ കൺഫ്യൂഷനാണ് എല്ലാവർക്കും ഇങ്ങനെ അതെ. നിൽക്കുന്നത്. ഇപ്പം 5 സ്റ്റേറ്റിലെ ഇലക്ഷൻ നടക്കുന്നത്. അതിനകത്ത് ആൾക്കാർ കൺഫ്യൂഷൻ ഇല്ലാണ്ട് ഇതേപോലെ ദ്രാവിഡ സ്റ്റേറ്റാണല്ലോ പോണ്ടിച്ചേരി, അവിടെ NDA അധികാരത്തിൽ വരും. കാരണം അവരുടെ മുഖ്യമന്ത്രി അത്ര ജനകീയനാണ്, അവിടെ ജനങ്ങൾ മുഴുവൻ അയാളൊപ്പമാണ്. അതുകൊണ്ട് TVKക്ക് പോലും അവിടെ കാര്യമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. അതാണ് അവിടുത്തെ സിറ്റുവേഷൻ. അവിടെ ഒരു നേതാവുണ്ട്. ഇതേ തമിഴ്നാടിൻ്റെ ഭാഗമാണ് പോണ്ടിച്ചേരി. നമുക്ക് തമിഴ്നാടിൻ്റെയും പോണ്ടിച്ചേരി രണ്ടായിട്ട് കാണാൻ പറ്റില്ല. പക്ഷേ പൊളിറ്റിക്സ് വരുമ്പോൾ രണ്ടാണ്. ഓർക്കണം, ദ്രാവിഡ ഭൂമിയിൽ ആദ്യമായിട്ട് NDA അധികാരത്തിൽ വന്നത് പോണ്ടിച്ചേരിയിലാണല്ലോ. ഈ പക്കാ ദ്രാവിഡ എന്ന് പറയുന്ന ഒരു ഏരിയ ഇന്ന് തമിഴ്നാടാണ്. നാം മൊത്തം എടുക്കുകയാണെങ്കിൽ ആന്ധ്ര, തെലങ്കാന, കർണാടക, കേരളം, തമിഴ്നാട്, പോണ്ടിച്ചേരി ഇത്രയും വരും. അതിലാദ്യം വന്നത് കർണാടകത്തിലാണെന്ന് പറയാം. അത് കഴിഞ്ഞാൽ പിന്നെ തെക്കേ ഇന്ത്യയിൽ ആദ്യമായിട്ട് BJP അല്ലെങ്കിൽ NDA അധികാരത്തിൽ വരുന്നത് ഓർക്കണം പോണ്ടിച്ചേരിയിലാണ്. മൂന്നാമത് ആന്ധ്രാപ്രദേശിലാണ്. ഇപ്പം ചന്ദ്രബാബു നായിഡുവിൻ്റെ കൂടെ കൂട്ടിയോടി NDA ആയിട്ടാണ് അവിടെ ഭരിക്കുന്നത്. പക്ഷേ NDA തുടർഭരണത്തിലേക്ക് പോണ്ടിച്ചേരി പോകും. ഇത് കൺഫ്യൂഷനില്ല ആൾക്കാർക്ക്. അസമിലാണെങ്കിലും ഹിമന്ത വിശ്വ ശർമ്മയുടെ ഭരണം തുടരും എന്ന് പറയുന്നു. കൺഫ്യൂഷനില്ല, അവിടെ വലിയ വിജയം ഉണ്ടാകുന്നവരാണ്. പിന്നെ ബംഗാളിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ വലിയ കൺഫ്യൂഷൻ ഒന്നും ആർക്കുമില്ല. മമത വെളിയിൽ പോകുന്ന ഏതാണ്ട് എല്ലാവർക്കും ഉറപ്പായി. അതാണ്. പക്ഷേ കേരളവും തമിഴ്നാടും കൺഫ്യൂഷനാണ്. തമിഴ്നാടിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും കൺഫ്യൂഷനാണ്. കേരളത്തിൻ്റെ കാര്യത്തിൽ പല പ്രവചനങ്ങൾ പലരും UDFന് മുൻതൂക്കം പറഞ്ഞു. പക്ഷേ ചാണക്യയുടെ നോക്കുമ്പോൾ LDFന്, എനിക്ക് അതിനകത്ത് LDFന് എഡ്ജ് ഉണ്ടെന്നൊരു തോന്നൽ വന്നിട്ടുണ്ട്. വേറൊന്നും കൊണ്ടല്ല, പെർസെൻറ്റേജ് UDFന് അനുകൂലമായിട്ട് കൂടിയിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. മുസ്ലിം വോട്ട് കൺസൾട്ടേഷൻ അത്രയ്ക്ക് അനുകൂലമായിട്ട് വന്നിട്ടുമില്ല. ഈ 2 കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കും LDFൻ്റെ എഡ്ജ് അവിടെ നിലനിൽക്കുന്നുണ്ട്, ഇല്ല എന്നല്ല. എന്നാൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ പോലും തമിഴ്നാടിൻ്റെ കാര്യത്തിൽ നിലവ് പറയാൻ പറ്റില്ല. അതിന് കാരണം എന്താ വെച്ചാൽ ഈ വിജയൻ്റെ പാർട്ടി ഒരു ഏത് രീതിക്കുള്ള പ്രകമ്പനാണ് ഉണ്ടാക്കുന്നത് എന്നിപ്പോൾ പ്രവചിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലായി. സത്യത്തിൽ DMKക്കോ ADMKക്കോ ഒരു താരം നേതാവായിട്ട് വരുന്നതിൽ ഒരു താല്പര്യമില്ലായിരുന്നു. കാരണം ഇനിയൊരു പുതിയ MGR ഉണ്ടാവണ്ട എന്നൊരു തീരുമാനമാണ് അവർക്ക് 2 കൂട്ടർക്കും ഉണ്ടായിരുന്നത്. എന്തുകൊണ്ട് രജനീകാന്തിന്
രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പറ്റില്ല എന്ന് ചോദിച്ചാൽ രജനീകാന്ത് ഇറങ്ങാണ്ട് അവർ രണ്ടുപേരും നോക്കിയിട്ടുണ്ട്. അതിന് ഭാഗത്തുള്ള രജനീകാന്ത് ഇറങ്ങാൻ ആഗ്രഹിച്ച നല്ല കാലത്ത് ജയലളിത തന്നെ അയാളത്തെ എടുത്തത്. അത് പല രീതിക്ക് എടുക്കാൻ പറ്റും. അവിടെയൊക്കെ തമിഴ്നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഭീഷണി വെച്ച് പോലും എടുക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പം അവിടെ അയാൾ ഇറങ്ങിയില്ല. അയാളുടെ സമയം നീട്ടി കളഞ്ഞു. അപ്പോൾ ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു രജനീകാന്ത് വരും, ഒരു നേതാവാകും, തലൈവർ ഇതാ വരും. ആ ഗ്യാപ്പിലാണ് വിജയ് വന്നത്. അവിടെ വിജയനേക്കാളും കൂടുതൽ സാധ്യതയുള്ള ഒരാളുണ്ടായിരുന്നുവെങ്കിൽ ഒന്നാമത്തെ ചാൻസ് രജനീകാന്തിന് തന്നെയായിരുന്നു. പക്ഷെ അദ്ദേഹം വന്നില്ല. രണ്ടാമത്തെ ചാൻസ് ഇല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സാധ്യത ജനപിന്തുണയുള്ളത് നമ്മുടെ അജിത്തിനാണ്. അയാൾക്കുള്ളിടത്തോളം ജനപിന്തുണ വേറെ ആർക്കും ഇല്ലെന്നുള്ളതാണ്. അവിടെ പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ. പക്ഷേ അയാൾ ആ ടൈപ്പേ അല്ല. അയാൾക്ക് പൊളിറ്റിക്സ് ഒന്നും പറഞ്ഞിട്ടില്ല. അയാളുടെ സാഹസികനാണ്. അയാൾക്ക് 10 നില ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ഡ്യൂപ്പില്ലാണ്ട് താഴേക്ക് ആടുന്ന രംഗം ചിത്രീകരിക്കുകയാണെങ്കിൽ അതിൽ 4-5 എല്ലൊടിഞ്ഞാലും അയാൾക്ക് പ്രശ്നമൊന്നുമില്ല. പുള്ളി ഒരു സാഹസികനാണ്. കൈ അയച്ച് ആരെയും സഹായിക്കും. ഒരു നല്ലൊരു മനുഷ്യസ്നേഹിയാണ് അദ്ദേഹം. സത്യം പറഞ്ഞാൽ ബൈക്ക് റൈഡും ഒക്കെ നടത്തുന്ന അങ്ങനെയൊക്കെ വേറെ ലൈഫിൻ്റെ ആളാണ്. ഹി ഡസൻറ്റ് ലൈക്ക് പൊളിറ്റിക്സ്. പുള്ളി അതിൻ്റെ ഒരു ആളെ അല്ല. ഇങ്ങനെയുണ്ട്. ഇങ്ങനത്തെ ഇവരൊന്നും വരാത്ത ഗ്യാപ്പാണ് വിജയന് വേണ്ടി വന്നത്. അപ്പോൾ ജയലളിതയുടെ മരണം ഉണ്ടായി. MGR നേരത്തെ പോയി, കഴിഞ്ഞ് ജയലളിത സ്ഥാനത്ത് ഉയർന്നു വന്നു. ജയലളിതയും പോയി കഴിഞ്ഞപ്പോൾ ഒരു ഗ്യാപ്പുണ്ട്. ഈ ഗ്യാപ്പ് സമർത്ഥമായിട്ട് വിജയ് ഉപയോഗിച്ചു എന്ന് തോന്നുന്നു. എന്തായാലും അടുത്ത ഏതാനും മണിക്കൂറുകൾ, 10-15 മണിക്കൂറുകൾക്കകത്ത് നമുക്ക് കാര്യം അറിയാൻ പറ്റും. വിജയ് ശരിക്കത് ഉപയോഗിച്ചോ, ഈ ഗ്യാപ്പ് അദ്ദേഹത്തിന് അനുകൂലമായോ ഇല്ലയോ. ലെറ്റ് us വെയിറ്റ് ആൻഡ് സീ.